അപ്പം ചങ്ങായിമാരെ ഇന്ന് നമ്മളെ ബ്രസീലിൻ്റെ കളിയുണ്ട്. അപ്പം നമ്മൾ രാഘവട്ടനോട് ഞാൻ അങ്ങനെ പറഞ്ഞാൽ ബ്രസീലിൻ്റെ കളിയുണ്ട് കാണണം കേട്ടോ. അപ്പോൾ എന്നോട് പറയാണ് ഞാൻ പിറ്റേന്നോ കാണുള്ളൂ, എനിക്ക് പത്തര ആയാലും എനിക്ക് ഉറക്കം കഴിയൂലെന്നൊക്കെ. അതൊന്നും പ്രശ്നമല്ല, പിറ്റേന്ന് കണ്ടാൽ മതി അല്ലേ. പിന്നെ അല്ല അല്ലേ. ഓക്കെ. അപ്പോൾ എങ്ങനെ എങ്ങനെയാണ് കളി കാണണമെന്നുള്ളൂ? ആ അങ്ങനെ കളി കാണണമെന്നുള്ളൂ എന്നാണ് രാട്ടൻ പറഞ്ഞത്. എന്നാലും കളി കാണുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ. ആ അപ്പോഴേ നമ്മളെ ടീമിനെ കാണിച്ചു തരാം. കിണ്ണം കാച്ചിയ ടീം കേട്ടോ നമ്മൾ. പക്ഷേ കണ്ടില്ലേ, നമ്മൾ ബ്രസീൽ ടീമാണ്. അപ്പോൾ കപ്പടിക്കാൻ പോണ ടീമാണ് കണ്ടില്ലേ. അപ്പോൾ എന്തായാലും കപ്പടിക്കാനുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ എതിരാളികൾ എന്ന് പറഞ്ഞാൽ ജപ്പാനാണ്. ജപ്പാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ വില കുറച്ച് കാണില്ല. ഈ ലോക ടീമുകളിലെ ഏറ്റവും നല്ല ടീമുകളൊന്നാണ് ജപ്പാൻ. അർജൻറ്റീനയ്ക്ക് ഇതുവരെ നല്ല ടീമൊന്നും കിട്ടിയില്ല. അപ്പോൾ ജപ്പാൻ ചുരുക്കി പറഞ്ഞാൽ ഒരു ഫൈനലാണ് കേട്ടോ ഒന്ന് നടക്കാൻ പോണേ കണ്ടില്ലേ. ബ്രസീൽ പിന്നെ വേറെ ഫ്ലെക്സുകളൂടെ വെച്ചിട്ടുണ്ട്. മറ്റേ അർജൻറ്റീന ഇതും പിന്നെ ബ്രസീലിൽ തന്നെ വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഒറ്റയ്ക്ക് വെച്ച ഫ്ലെക്സാണ് കണ്ടില്ലേ. എൻ്റെ പേരുണ്ട് കുട്ടിക്കണ്ണീർന്ന് പറഞ്ഞാണ് വെച്ചത്. എൻ്റെ ഫ്ലെക്സാണ് വെച്ചത്. അപ്പോൾ വേറെ ആളുകളൊക്കെ വെച്ച ഫ്ലെക്സ് കൂടി ഞാൻ ഇതിൽ കാണിച്ചിട്ട് തരാം. അർജൻറ്റീനയും സ്പെയിനും ഒക്കെ വെച്ച ഫ്ലെക്സ് ഉണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ കണ്ണിപ്പറമ്പ് പറഞ്ഞ സ്ഥലം കേട്ടോ. കോഴിക്കോട് ജില്ലയിലെ മാവൂർ പഞ്ചായത്തിൽ കണ്ണിപ്പറമ്പ് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഫുട്ബോളിൻ്റെ ഭ്രാന്തന്മാരുടെ സ്ഥലമാണ്. ആ ഭ്രാന്തന്മാരിൽ കുറച്ച് ഭ്രാന്തന്മാർ വെച്ചേ ഇതിൻ്റെ ഭ്രാന്താട്ടോ ഇവിടെ വെച്ച് കണ്ടില്ലേ. അപ്പോൾ ഞാൻ കുറച്ച് ടീം അവിടെ വെച്ചിട്ടുണ്ട്, അതുകൂടി ഞാൻ കാണിച്ചാൽ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല വേറെ ഫ്ലെക്സ് കാണിച്ച് തരാറില്ലേ. ഇതാ തൊട്ട ബാക്ക് അർജൻറ്റീനയുടെ കൂടി കണ്ടില്ല നിങ്ങൾ. അതിൻ്റെ തൊട്ട ബാക്കിൽ ബ്രസീലിൻ്റെ കൂടിയുണ്ട്. ഇന്ന് ബ്രസീലിൻ്റെ കളിയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ അർജൻറ്റീനയുടെ ബോർഡ് കാണാം ആദ്യം കണ്ടില്ലേ. ദൂരത്തുനിന്ന് നോക്കിയാൽ കാണാം. അതാണ് അർജൻറ്റീനയുടെ ബോർഡ് പൊടിച്ച് ചെക്കന്മാർ വെച്ചാണ് നമ്മുടെ നാട്ടിലെ. പക്ഷേ കളി ഏത് ടീമൊക്കെ നല്ലപോലെ കളിച്ചാലും നല്ല കളിയാട്ടോ നമ്മൾ അംഗീകരിക്കൂ. അത് ഇന്ന ടീമൊന്നുമില്ല, നല്ല കളിക്കുന്ന ആളെ എന്നും അംഗീകരിക്കാനുള്ള മനസ്സ് നമ്മളെ നാടിനും നാട്ടുകാർക്കും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അർജൻറ്റീന ബോർഡ് അതില്ലേ. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് അതേ സെയിം സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. തിരിച്ച് ഞാൻ കാണിച്ചു തരാം. അതേ സെയിം സാധനം കേട്ടോ കണ്ടില്ലേ. അതേ സെയിം സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. ബ്രസീലിൻ്റെ ഇതിൽ ചെക്കന്മാർ വെച്ചാണ്. ഫുട്ബോളിൻ്റെ ഒരു ചെറിയ ഭ്രാന്തുള്ള സ്ഥലമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ. അത് സ്പെയിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാകും. സ്പെയിൻ്റെ ഉണ്ട്, മറ്റേ നമ്മളെ പറങ്കികളുണ്ട്, ഈ ഫ്രാൻസിൻ്റെ ഉണ്ട്. അങ്ങനെ ഓരോരോ ടീമിൻ്റെ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ സ്പെയിൻ്റെ ബോർഡ് കാണിച്ചാൽ. അപ്പോൾ സ്പെയിൻ്റെ ബോർഡാട്ടോ നമ്മൾ കാണുന്നത്. സ്പെയിൻ്റെ അത് ബിജീഷ് പറഞ്ഞാൽ നമ്മളൊരു പോലീസുകാരുണ്ട്, ഒറ്റയെ വെച്ച ബോർഡാണ് സ്പെയിൻ്റെ ബോർഡാട്ടോ അത്. അതോടെ തന്നെ തൊട്ടപ്പുറത്ത് കണ്ടില്ലേ പോർച്ചുഗലും ഫ്രാൻസിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ ചെക്കന്മാർ വെച്ചാണ് ഫ്രാൻസിൻ്റെ ഉണ്ട് പോർച്ചുഗലും. അപ്പോൾ ചെറിയ ഭ്രാന്തല്ലേ ഞങ്ങൾ നാട്ടുകാർക്കുള്ളതെന്ന് ഇപ്പോൾ അങ്ങ് മനസ്സിലായില്ലേ. അപ്പോൾ ഇന്നത്തെ കളി ആര് ജയിക്കും? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ ലോകത്തിലെ ഏറ്റവും സ്പീഡുള്ള കളിക്കാരാണ് ജപ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസീലിൻ്റെ വേറൊരു മുഖമാണ് ജപ്പാൻ. അപ്പോൾ എന്തായാലും അത്രയും സ്പീഡുള്ള കളിക്കാരെ കൂടെ കളിക്കാൻ കഴിഞ്ഞാൽ തന്നെ ഞങ്ങളൊരു ഫൈനലായി കാണുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം പരമാവധി നമ്മൾ ജയിക്കുന്ന വിചാരിക്കിനി അങ്ങനെ നമ്മൾ പറയട്ടുള്ളൂ. കാരണം അമ്മമാര് ടീമാണ് ജപ്പാൻ. അപ്പോൾ നമ്മൾ ജയിച്ചാളെന്ന് പറഞ്ഞാൽ മറ്റേ ടീമുകളെ ഇത് കളിക്കണമെന്നില്ല. നമ്മൾ കളിക്കുന്ന ടീമിനെ അംഗീകരിക്കുന്ന ടീമാണ് ബ്രസീലുകാർ. ഏറ്റവും കൂടുതൽ കപ്പ് നേടിയത് ഏറ്റവും തവണ കപ്പുകളൊക്കെ കൊണ്ട് നടന്നത് ബ്രസീലാണ് ഞങ്ങൾക്കറിയാം. പക്ഷേ ജപ്പാൻ ചില്ലറ ടീമല്ല, എന്നാലും ഞങ്ങൾ ജയിക്കും. അതാണ് ഞങ്ങൾ പറയുന്നത്.